ആദ്യം തന്നെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത് കഴിഞ്ഞ തിരുവോണ ദിനത്തിലെ കുറച്ച് ഓർമ്മകളാണ്. അത് ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചത് വ്ലോഗായിട്ട് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കഴിഞ്ഞ തവണ ഓണം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മേമയുടെ വീട്ടിലേക്ക് പോവുമായിരുന്നു. ഞാനും അച്ചു, അപ്പു, അനീതി, മേമ എല്ലാവരും കൂടെ മേമയുടെ വീട്ടിലേക്ക് പോവുമായിരുന്നു. അമ്മയും അച്ഛനും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാറിൽ ഞങ്ങളെല്ലാവരും കൂടെ മേമയുടെ വീടെത്തി. എത്തുന്നതിന് മുമ്പ് വഴിയരികിൽ ഒരു കുളമുണ്ട്. അവിടെ മുഴുവൻ താമര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് കാർ സൈഡിൽ നിർത്തി ഞങ്ങളവിടെ നിന്ന് ഫോട്ടോവും വീഡിയോവും ഒക്കെ എടുത്തിട്ട് പിന്നീടാണ് അവിടുന്ന് മേമയുടെ വീട്ടിലേക്ക് പോയത്. ഇത് പോകുന്ന വഴി തന്നെയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുമിച്ച് താമരകൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അതിമനോഹരമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞ ശേഷം ഞങ്ങൾ മേമയുടെ വീടെത്തി. ഇത് തിരുവോണ ദിനമായതുകൊണ്ട് തന്നെ അവിടെ സദ്യയും പൂക്കളവും എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഞങ്ങൾ പോയതിന് ശേഷമാണ് ഒരുക്കിയത്. അതിനുള്ള എല്ലാ ആവശ്യ സാധനങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പൂക്കളം ഒരുക്കി സദ്യ ഒരുക്കാൻ സഹായിച്ചു. അങ്ങനെ ചെറിയൊരു തിരുവോണ ദിനം ഞങ്ങൾ അതിമനോഹരമാക്കി. വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് ഞങ്ങൾക്ക് ഒത്തുകൂടി ആഘോഷിക്കാൻ പറ്റി. അത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ പൂക്കളമൊക്കെ ഞങ്ങൾ ഒരുക്കുകയാണ്. വേഗം തന്നെ പൂക്കളം ഒരുപാട് പൂക്കൾ കൊണ്ടല്ല ഒരുക്കിയത്. ഉള്ളത് വെച്ച് നമ്മൾക്ക് ആവുന്ന വിധത്തിൽ ചെറിയൊരു പൂക്കളം ഉണ്ടാക്കി. അല്ലെങ്കിലും പഴമക്കാർ പറയുന്നത് പോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. ഒരിക്കലും ഓണം നമ്മൾ ആഘോഷിക്കാതിരിക്കാൻ പാടില്ല. നമ്മളുടെ കയ്യിൽ അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഓണം ആഘോഷിക്കാതിരിക്കാൻ വഴി കണ്ടെത്തലല്ല. ഉള്ളത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ ഓണം ആഘോഷിക്കുന്നത് അതിലാണ് സന്തോഷം നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആഘോഷിക്കണം. പിന്നെ കുടുംബം ഒത്തുചേരുന്ന സമയത്താണ് അതിലും മനോഹരമാവുന്നത്. അല്ലാതെ ഓരോ സാധനങ്ങൾ ഇല്ല അപ്പോൾ ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലല്ല. അങ്ങനെ ഒരു പൂക്കളം തട്ടിക്കൂട്ടി ഉണ്ടാക്കി. പിന്നെ അതെ കുറേ എല്ലാവരും ഒത്തുചേർന്നാൽ ഫോട്ടോ ഷൂട്ട് നിർബന്ധമാണല്ലോ. അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഓർമ്മകൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഒരു സംവിധാനമൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതാണിപ്പോൾ നിങ്ങൾ ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുത്തിരി ഉണ്ണുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് ഓണത്തിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അരി ഇടിച്ച് അവിലാക്കി അതിൽ പഞ്ചസാരയും വെല്ലവും പഞ്ചസാരയോ വെല്ലമോ അങ്ങനെ ചേർത്ത് തേങ്ങയൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ണുന്നതിനെയാണ് പുത്തിരി എന്ന് പറയാം. അത് വിളക്ക് തെളിയിച്ച് തിരി അണയാതെ ആ വിളക്ക് കത്തുന്നത് നല്ല ജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൽ നോക്കി കഴിക്കണം എന്നാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം സദ്യ ഉണ്ടു. ആദ്യം അച്ഛനും അമ്മമ്മയും അവരാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും മക്കളും എല്ലാവരും ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ലൊരു തിരുവോണ സദ്യ മേമയുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റി കഴിഞ്ഞ വർഷം. അതുപോലെ ഈ വർഷവും അതിലേറെ മനോഹരമാവട്ടെ ഓണം. ഞങ്ങൾക്കും ഇത് കാണുന്ന എല്ലാവർക്കും ഒരുമിച്ച് അവരവരുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സദ്യയില്ലാതെ എന്ത് ഓണമാണല്ലേ. അപ്പോൾ നല്ലൊരു സദ്യയൊക്കെ മേമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് സാമ്പാറും രസവും മോരും എല്ലാം കൊട്ടി ഒരു അടിപൊളി സദ്യ തന്നെയായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കഴിച്ച് ഈ തിരുവോണം ഞങ്ങളിവിടെ ആഘോഷിച്ച് തീർത്തു. ഇനി ഈ വർഷത്തെ തിരുവോണം ഇതുപോലെ തന്നെ മനോഹരമാവട്ടെ, ഓരോരുത്തർക്കും മനോഹരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സൈഡുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഒരിക്കൽ കൂടി ഏവർക്കും ഓണം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ പറയുന്നു.